സംഖ്യാപുസ്തകം അധ്യായം 29. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളനാദോത്സവമാകുന്നു. അന്ന് നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗമായി ഒരു കാളക്കിടാവിനെയും ഒരാട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2, 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നുമായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. അമാവാസിയിലെ ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും നാൾതോറുമുള്ള ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയ്ക്ക് നിയമപ്രകാരമുള്ള പാനീയയാഗങ്ങൾക്കും പുറമെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി തന്നെ 7-ാം മാസം 10-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സുഗന്ധവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3, ആട്ടുകൊറ്റന് ഇടങ്ങഴി 2, 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. പ്രായശ്ചിത്തയാഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം മാസം 15-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യവേലയൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി 13 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 14 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം 13 കാളയിൽ ഓരോന്നിന് എണ്ണ ചേർത്ത മാവ് ഇടങ്ങഴി 3, 2 ആട്ടുകൊറ്റനിൽ ഓരോന്നിന് ഇടങ്ങഴി 2, 14 കുഞ്ഞാട്ടിൽ ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നുമായിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 2-ാം ദിവസം നിങ്ങൾ 12 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 3-ാം ദിവസം 11 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 4-ാം ദിവസം 10 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 5-ാം ദിവസം 9 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം.
ആറാം ദിവസം 8 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം ദിവസം 7 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. 8-ാം ദിവസം നിങ്ങൾക്ക് അന്ത്യയോഗമുണ്ടാകണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായിട്ട് 1 കോലാട്ടുകൊറ്റനും വേണം. ഇവയെ നിങ്ങൾ നിങ്ങളുടെ നേർച്ചകളും സ്വമേധാദാനങ്ങളുമായ ഹോമയാഗങ്ങൾക്കും ഭോജനയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും പുറമെ നിങ്ങളുടെ ഉത്സവങ്ങളിൽ യഹോവയ്ക്ക് അർപ്പിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. സംഖ്യാപുസ്തകം അധ്യായം 30. മോശ ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോട് പറഞ്ഞത്: യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ 1 പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെയൊക്കെയും നിവർത്തിക്കണം. ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ അപ്പൻ്റെ വീട്ടിലിരിക്കുമ്പോൾ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു 1 പരിവർജന വ്രതം നിശ്ചയിക്കുകയും അവളുടെ അപ്പൻ അവളുടെ നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതമൊക്കെയും സ്ഥിരമായിരിക്കും. എന്നാൽ അവളുടെ അപ്പൻ അവളുടെ എല്ലാ നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന നാളിൽ അവളോട് വിലക്കിയാൽ അവ സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ അപ്പൻ അവളോട് വിലക്കുക കൊണ്ട് യഹോവ അവളോട് ക്ഷമിക്കും. അവൾക്കൊരു നേർച്ചയോ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർജന വ്രതമോ ഉള്ളപ്പോൾ അവൾ ഒരുത്തന് ഭാര്യയാകുകയും ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന നാളിൽ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതവും സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് അത് കേട്ട നാളിൽ അവളോട് വിലക്കിയാൽ അവളുടെ നേർച്ചയും അവൾ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർജന വ്രതവും അവൻ ദുർബലപ്പെടുത്തുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ചെയ്യുന്ന നേർച്ചയും പരിവർജന വ്രതവും എല്ലാം അവളുടെ മേൽ സ്ഥിരമായിരിക്കും. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നേരുകയോ 1 പരിവർജന ശപഥം ചെയ്യുകയോ ചെയ്തിട്ട് ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മിണ്ടാതെയും അവളോട് വിലക്കാതെയും ഇരുന്നാൽ അവളുടെ നേർച്ചകളൊക്കെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതവും എല്ലാം സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് കേട്ട നാളിൽ അവയെ ദുർബലപ്പെടുത്തിയെങ്കിൽ നേർച്ചകളോ പരിവർജന വ്രതമോ സംബന്ധിച്ച് അവളുടെ നാവിന്മേൽ നിന്ന് വീണതൊന്നും സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ ഭർത്താവ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. ആത്മതപനം ചെയ്യുവാനുള്ള ഏത് നേർച്ചയും പരിവർജന ശപഥവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ അവൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച സകല പരിവർജന വ്രതവും സ്ഥിരപ്പെടുത്തുന്നു.
കേട്ട നാളിൽ മിണ്ടാതിരിക്കൊണ്ട് അവൻ അവയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കേട്ടിട്ട് കുറെ കഴിഞ്ഞ ശേഷം അവയെ ദുർബലപ്പെടുത്തിയാൽ അവൻ അവളുടെ കുറ്റം വഹിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അപ്പൻ്റെ വീട്ടിൽ കന്യകയായി പാർക്കുന്ന മകളും അപ്പനും തമ്മിലും പ്രമാണിക്കേണ്ടതിന് യഹോവ മോശയോട് കൽപ്പിച്ച ചട്ടങ്ങൾ ഇവ തന്നെ.